വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൺ ഫാമിലി 3 ഡോസ്. അപ്പം ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. അതെ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോകും. നിർത്ത് വണ്ടി 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 തുടങ്ങി വണ്ടി കയറിയപ്പോഴത്തേക്ക് തുടങ്ങി രോഗം തുടങ്ങി. ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഓണമുള്ള പാട്ടിടും. ഇതെന്താ വണ്ടി ഓടിക്കുന്നത് എനിക്ക് അറിയരുത്, അതുപോലത്തെ പാട്ടിടും. ആണോ? അങ്ങനെയാണോ? തുള്ളണോ? വണ്ടി ഓടിച്ചിട്ടുള്ളോ? വണ്ടി ഓടിക്കും വിടാൻ പറ്റില്ല. കുലസ്ത്രീയോ? അമ്മയുടെ സ്പെല്ലിംഗ് അറിയാം. പറ. ജോളി ജോസഫ്. ചേട്ടൻ നമ്മുടെ കാണോ? എന്തോ വീഡിയോ കാണിക്കാൻ ആ ശരിയാ. ഇപ്പൊ പോകാൻ പറ്റുമോ? ഇപ്പൊ മേടിക്കാൻ പറ്റുമോ? ഇല്ലാതെ എങ്ങനെ പേടിക്കാതെ നമുക്ക് ഇപ്പൊ പോയാൽ കിട്ടുമോ? ഡ്രോൺ മേടിക്കുന്ന കാര്യം വെച്ചു. ഇപ്പൊ പോയി മേടിക്കാൻ കിട്ടുമോ? ചെല്ലപ്പനല്ല. എങ്ങോട്ടാ? എന്നാ ഞാൻ പിന്നെ വരാന്നാ ചേട്ടൻ. ചേട്ടൻ ഇപ്പൊ എന്റെ മടി കയറി. സത്യം കയറി വന്ന വരവ് കണ്ടില്ലേ? ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അമ്മായിയുടെ ഡ്രൈവിംഗ് സ്കിൽസ് ആണ്. അതെ, ഡ്രൈവിംഗ് സ്കില്ലിന്റെ കൂടെ തക്ക്. എന്നിങ്ങനെ പൊക്കാതല്ലേ. നമ്മളെന്തോ കഴിക്കുന്നെന്ന് ബിനാനി. പിണാണി തരുമോ? ബിനാനി തരും, ബിനാനി. ബിരിയാണി. ആ ചേട്ടാ എങ്ങോട്ടാ? ചേട്ടനല്ല നമ്മളാ. ആ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഷീറ്റ് മേടിച്ചാലോ? അത് മിക്കവാറും താഴെ വീഴും. ഗ്ലാസ് കാക്കട്ടെ? എടുക്കാവോ? അത് വരുമ്പോ താഴെ വീഴും തോന്നുന്നുണ്ട്. പാവവും. ബേബിയുടെ സൈഡിലെ ഗ്ലാസ് കാത്തടാ. ഓക്കെ, നമുക്കൊരു ഗെയിം കളിക്കാം. എവിടാണ്? ലെറ്റർ തരും. ആ ലെറ്റർ വെച്ചിട്ട് 5 വാക്ക് പറയണം. ഫസ്റ്റ് പറയുന്നവര് ബിരിയാണി തരും. ഫസ്റ്റ് പറയുന്നവര് പിന്നെ ബിരിയാണി തരും. അങ്ങനെ പറ്റത്തില്ല. അന്താക്ഷരി കളിക്കണം. അന്താശ്ശേരി, കുന്താശ്ശേരി, ചങ്ങനാശ്ശേരി. അതല്ല. അയച്ചു ഒരു ലെറ്റർ അച്ഛനോട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു ലെറ്റർ പറ. എന്റെ കൽവിലെ നല്ല പാട്ടുകാരാ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ട. വേണ്ട, നോ താങ്ക്സ്. അതൊന്നും വേണ്ടേ? ഉണക്കമുന്തിരി കുട്ടനാടൻ മുഞ്ചയിലെ തിത്തേ തകതോ തിത്തേ തകതോ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കി മെല്ലെ കുഞ്ഞു പളുങ്ക് കവിൾ തടങ്ങൾ നുകര ശലഭമായി ഞാൻ. സൂര്യകാന്തികൾ. അത് കൊറേ നേരെ പറയാൻ തുടങ്ങി. ന്യായോ? നന്ദലാല ഹേ നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ വേല. ശാന്ത പറയുമ്പോഴേ ആ പാട്ട് പറഞ്ഞു. ഏത് പാട്ട്? ശാന്ത പറഞ്ഞു. നോ പാർക്കിങ്ങോ? ചതച്ച് ഇറച്ചി ഇടിച്ചു കളയരുത്. ഓ, ഞാൻ ഇപ്പോ ചേട്ടനോട് ചോദിച്ചു. ഇടി ഇറച്ചി ഉണക്ക ഇറച്ചി ചതച്ച് ഇറച്ചി ഇടിച്ചു കളയരുത്. അവിടെ ഒരു സ്ഥലമാണ്
ദതും 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 ദതും. ഓ ശാന്തമേ രാത്രിയിൽ വാതിൽ ഘോഷാദികൾ കൊണ്ടുവാ. ഒരു വയ്യാത്ത വെച്ച് കൊണ്ടുവാ. വയ്യാത്ത വെച്ച് നടുക്കേറിയിരിക്കുന്നു. നീ രാത്രിയിൽ എനിക്കറിയാം എവിടെ പോവാണെന്ന്. പിച്ചു വിട്ടുപോയി. എനിക്കറിയാം എവിടെ പോവാണെന്ന്. എവിടെ പോവാ? പെട്ടെന്ന് പോകും. എനിക്ക് എവിടെ നിന്നാണെന്ന് പോകുന്ന എനിക്കറിയാം. പപ്പയെ എയർപോർട്ടിൽ കൊണ്ടുപോകാന്. യെസ്. ഒരു കൊച്ചി ആംബിയൻസ്. ഈ സ്ഥലം കണ്ടപ്പോഴേ എനിക്കറിയാം എയർപോർട്ടിൽ കൊണ്ടുപോകാനാണെന്ന്. ഈ സ്ഥലം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ കുളിര് വന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ പോന്ന വഴിക്കല്ല ഉളമ്പാറ കുതിരോട്ടം ഉണ്ടോ ഇങ്ങനെ അവിടെ ഡ്രോപ്പ് അന്ന് കുടിക്കാതെ കൊണ്ടുപോയിടല്ലേ. ഈ വെള്ളത്തിൽ കുടിക്കാത്ത കൊണ്ടുപോയില്ല. എനിക്ക് പേടിയാ. വെള്ളത്തിൽ കുഴിക്കാത്ത കട്ടറി ചാടി കുഴിക്കാത്ത കൊണ്ടിടും. എനിക്കറിയാവുന്ന എയർപോർട്ടിൽ പോവാനാണ്. നീ പപ്പായ എവിടെ കേട്ടി ഇരുത്തോ നോക്കിച്ചു മോനെ. ഡിക്കിയിലിടാന്നു ആരെ വെരി ഗുഡ്. അയ്യപ്പാന്ന് വിളിച്ചാ യേശു. അവിടെ നിൽക്കിച്ചേട്ടൻ പോയിട്ട് വരാം. താങ്ക് യു. നമുക്ക് ഇന്ന് വൈകിട്ട് നമ്മുടെ പുറകിലത്തെ വണ്ടി പോയി കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് എഴുന്നേറ്റാ. കുറച്ചുകൂടെ മുന്നോട്ട് മുന്നോട്ട് ആന്റി പിന്നെ എങ്ങനെ അതൊക്കെ അടയ്ക്കകത്ത് കയറ്റി തന്നു. എഴുതുന്നാ അങ്ങനെ നമ്മൾ ബ്ലാക്ക് പെപ്പേഴ്സിൽ എത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായി ഗൈസ്. അതിനുശേഷം നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ അവർ നല്ലപോലെ വരച്ച് വെച്ചിരിക്കുന്ന വാൾ പെയിൻറ്റിങ്സ് എല്ലാം നമ്മൾ കണ്ടു. നല്ല ഭംഗിയുണ്ട്. തന്നെ അവർ ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബോറടിച്ചിരുന്നപ്പോൾ കിച്ചു ഒരു മോതിരം കൊണ്ട് വന്നു. പിന്നെ 4 പേരും അതിൻ്റെ പുറകെ ആയി ഗൈസ്. സത്യം പറയാലോ പോകുന്നവരും വരുന്നവരും ഒക്കെ നമ്മളെ നോക്കുന്നുണ്ടെങ്കിലും ഇവർ 4 പേരും ഒട്ടും ബോധേഡല്ലായിരുന്നു. അങ്ങനെ കിച്ചുവിനെക്കാളും മൂത്താണോ ഇളയതാണോ ബാക്കി 3 പേരെന്നുള്ള സംശയത്തിലായി ഞാനും ഒക്കെ. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ കുറേ നേരത്തെ കളിക്ക് ശേഷം ആര് ജയിക്കും ആര് തോക്കും എന്നുള്ള ഒരു വാശിയിലായി ഞങ്ങളെല്ലാവരും. കളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കിച്ചുവിന് പെതുക്കെ വിശക്കാൻ തുടങ്ങി. ഫുഡ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിലായി. അവൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ കാത്തിരുന്ന സാധനം നമ്മുടെ മുമ്പിലെത്തി. മീൽസ് നമ്മുടെ മുമ്പിൽ വന്നു. അങ്ങനെ അതിൽ നിന്നുള്ള പായസം എടുത്ത് കൂടിയായി എല്ലാവരും. കാരണം ആർക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കിച്ചുവും പായസം കുടിക്കുകയാണ്, ആൻറ്റി കുടിക്കുന്നുണ്ട്. എല്ലാവർക്കും പായസം നല്ല രീതിയിൽ ഇഷ്ടമായി. അതുകൊണ്ട് മീൽസ് കഴിക്കുന്നതിന് മുന്നേ തന്നെ അവർ പായസം കുടിച്ചു തുടങ്ങി. നമ്മുടെ അക്കുവിനെ ഫോക്കസ് ചെയ്തപ്പോൾ അവൻ ക്യാമറ കൊണ്ട് അവൻ്റെ ഫേസ് ഹൈഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ പെതുക്കെ നമ്മുടെ പരിപാടി തുടങ്ങി. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കിച്ചുവിന് നല്ല ഇരിക്കുന്നുണ്ട്. ബിരിയാണിക്ക് അത്യാവശ്യം എരി ഉണ്ടായിരുന്നു. അത് അവന് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, മീൽസിൻ്റെ കൂടെ കിട്ടിയ പായസം ബിരിയാണിയുടെ കൂടെ കോമ്പിനേഷനാക്കി അലുവയും മത്തിക്കറിയും പോലെ ആക്കി അവൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ തുണി എടുക്കാൻ വേണ്ടി. അല്ലേ അക്കു പിണങ്ങിയിരിക്കുക. നാട്ടുകാർ വിചാരിക്കും ഈ വട്ടന്മാരുടെ ഈ കാറിക്കറി ഇങ്ങോട്ട് കുതിരവട്ടം ബാപ്പു. എങ്ങോട്ടാണോ ഞങ്ങളെ ചീമമാരെ വെച്ച ഗാർഡനാ കണ്ടോ? ചീമമാരുടെ വെച്ച ഗാർഡനാ കണ്ടോ? കാട് വണ്ടിയും കൂടെ ഓടിക്കണം. ഓടി
ആയി പോയി. ഞങ്ങൾ വരുമ്പോ മാത്രം സിഗ്നൽ. കള്ളലും ചില്ലറയല്ലായിരുന്നല്ലോ ഫ്രണ്ടിലോട്ട് കയറിയിട്ട്. മഹാലക്ഷ്മി നമ്മൾ മഹാലക്ഷ്മി ക്രിസ്മസ് അങ്ങനെ ദാ നമ്മൾ മഹാലക്ഷ്മിയിലെത്തി. അപ്പോൾ കണ്ട കാഴ്ചയാണ്, നല്ല മനോഹരമായിട്ട് അവരിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളുടെ ഫ്രണ്ടിലെല്ലാം അവർ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കുറേ ഫോട്ടോസ് കൈക്കലാക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഫ്രണ്ടിൽ നിർത്തി ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ട്രീയും നല്ല സാൻഡും ഒക്കെ നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ നമ്മുടെ ആൻറ്റിമാർ രണ്ടും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, നാത്തുമാർ രണ്ടും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് എടുത്തു കൊടുക്കുന്നത് ആരാ? നമ്മുടെ കിച്ചുട്ടനാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോ സെക്ഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മഹാലക്ഷ്മിയുടെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. ക്രിസ്മസ് ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ദാ നമ്മൾ മെല്ലെ അകത്തേക്ക് കയറുകയാണ്. കയറി ചെന്നു, നമ്മളെല്ലാവരും ഉണ്ടോ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് ചെന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ചേച്ചിയെ കണ്ടു. ചേച്ചിനോട് ചോദിച്ചു സാരി സെക്ഷൻ എവിടെയാണെന്ന്. അപ്പോൾ ആ ചേച്ചി നമുക്ക് ആവശ്യമുള്ള സാരി മേളിലാണെന്ന് പറഞ്ഞ് ആദ്യം നമ്മളെ മേളിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പെതുക്കെ കൈയൊക്കെ കോർത്ത് പിടിച്ച് മേളിലേക്ക് ചെന്ന് അവിടെ നമ്മൾ ആദ്യം തപ്പി നോക്കി ആരും കണ്ടില്ല. പിന്നെ ഒരു ചേച്ചി നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. ആ ചേച്ചി നമ്മളോട് കാര്യം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് വേണ്ടിയത് താഴെയാണ്, നിങ്ങൾ വന്നതുപോലെ തന്നെ താഴേക്ക് പൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ പോയിരുന്നു. കാരണം നമുക്ക് വേണ്ടിയ സാധനം താഴത്തെ ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പെതുക്കെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴേക്ക് ചെന്നു. അവിടെ ചെന്ന് അവർ ഓരോരോ സാരികളായിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഓരോ സാരിയും അവർ നമ്മളെ എടുത്ത് നിവർത്തി ഇടിയിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സാരിയൊക്കെ അവർ സെലക്ട് ചെയ്ത് എടുത്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകാനുള്ള വഴി നോക്കി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ഉച്ച സമയമല്ലേ, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയല്ലേ, അപ്പം ആർക്കും ഉറക്കം വരാതിരിക്കുക. അങ്ങനെ നമ്മുടെ പ്രധാന താരത്തിന് നല്ല രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങി. കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആർക്കും ഉറക്കം വരാതിരിക്കുക അല്ലേ. അപ്പം ദാ നമ്മുടെ കക്ഷിക്കും ഉറക്കം വരുന്നുണ്ട്. എന്നാൽ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ആള് ഞാൻ ഉറങ്ങുമൊന്നുമല്ല, ഞാൻ ഈ പാട്ട് ആസ്വദിച്ച് ചുമ്മാ കണ്ണടച്ചിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊരു അഭിനയം. എന്താ അല്ലേ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും ക്ഷീണിച്ചു, അവശരായി. തീരെയും വയ്യ. ബിരിയാണി ഒക്കെ കഴിച്ച് ഉറങ്ങണമെന്നൊക്കെ ഉള്ള പ്ലാനിലാണ് അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബെഡ് കണ്ടാ മതി. അതെ, വഴി കണ്ട ചേട്ടന്മാരൊക്കെ ഓടിച്ചു വിട്ടു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.